അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഫാദർ രക്ഷിക്കപ്പെട്ട ആളല്ല, പക്ഷെ നല്ല മനുഷ്യനാണ്. ഈ മകനും കുടുംബവും ഒക്കെ രക്ഷിക്കപ്പെട്ടു. അവർ വേറൊരു രാജ്യത്താണ്. അപ്പോൾ അവർ അവധിക്ക് വരുമ്പോഴെല്ലാം ഈ പപ്പായെടുത്തിരുന്നിട്ട് അപ്പച്ചൻ ഒരു ദിവസം അപ്പച്ചൻ പോവും, ഞങ്ങളെല്ലാം വിട്ടു പോവും. പക്ഷെ അപ്പച്ചൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പച്ചന് ബോധ്യമുണ്ടോ? പക്ഷെ ഓരോ വട്ടം വന്നിട്ടും അവർ നിരാശയോടാണ് പോകുന്നത്. ഇപ്രാവശ്യം അവർ വന്നപ്പോൾ അവർ പറഞ്ഞു, അപ്പച്ചൻ്റെ അടുത്ത് നിന്നിരുന്നിട്ട് പ്രാർത്ഥനയോട് പറഞ്ഞു, അപ്പച്ചൻ പോകുന്നുള്ള ഞങ്ങൾക്കറിയാം, അപ്പച്ചൻ എന്നും ഇരിക്കാൻ പറ്റത്തില്ല, പക്ഷെ അപ്പച്ചൻ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? അപ്പച്ചന് ബോധ്യമുണ്ടോ? പെട്ടെന്ന് കണ്ണിൽ കൂടെ വെള്ളം വന്നു. അപ്പോഴിവർ അടുത്തോട്ടിരുന്ന്, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അപ്പച്ചൻ നല്ല ബോധ്യത്തോടുകൂടെ പോകണം. അപ്പോൾ അദ്ദേഹം മുകളിൽ കണ്ണിലോട്ട് നോക്കി, അതിനെന്ത് ചെയ്യണം മോനെ? കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. അദ്ദേഹം പെട്ടെന്നൊന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തെന്ന് പറഞ്ഞ് മകനും മരുമോളും കൂടെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഇരുത്തി. അദ്ദേഹം ഇങ്ങനെ മുഖത്തോട്ട് നോക്കി, ഞാൻ എന്താ മോനെ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒത്തിരി ശക്തിയില്ല. ആ മകൻ ആ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വിക്കി പതിഞ്ഞ സ്വരത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവിനെ സ്വീകരിച്ചു. ഈ മകനും അപ്പച്ചൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പച്ചനെ രക്ഷിച്ചതിനായിട്ട് നന്ദി കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. ആ അപ്പച്ചൻ ചിരിച്ചു, കണ്ണു തുറന്ന് ചിരിച്ചു.